ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 4ാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ മസാഇലുൽ ഫിഖ്ഹിലെ അദ്ദറസ് ഹാമിസ് അഷ്റ 15ാമത്തെ പാഠം ഇന്നല്ലാഹ വിത്ർ. നമുക്ക് പാഠം മനസ്സിലാക്കാം, പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദ്യം നമുക്ക് ഈ ബോക്സ് നോക്കാം. എന്താണ്? റമളാനിൽ ഒരു രാത്രി മസ്ജിദിലുണ്ടായിരുന്ന കുറച്ച് സ്വഹാബികളോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തറാവീഹ് നിസ്കരിച്ചു. നേരം പുലർന്നപ്പോൾ സ്വഹാബികൾ അത് പരസ്പരം പങ്കുവച്ചു. 2ാം ദിവസം കൂടുതൽ ആളുകൾ നിസ്കാരത്തിൽ പങ്കെടുത്തു. 3ാം ദിവസം മസ്ജിദ് നിറഞ്ഞു കവിഞ്ഞു. 4ാം ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കാൻ വന്നില്ല. സുബ്ഹിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ ഒരുമിച്ച് കൂടിയത് ഞാൻ അറിഞ്ഞിരുന്നു. എന്നാൽ ഈ നിസ്കാരം നിങ്ങൾക്ക് ഫർളാക്കുമോ എന്ന് ഭയപ്പെട്ടാണ് ഞാൻ വരാതിരുന്നത്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തറാവീഹ് പരസ്യമായി നിസ്കരിച്ചില്ല. 2ാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലം വരെ ജനങ്ങൾ ഒറ്റക്കും ചെറു ജമാഅത്തുകളായും അത് നിസ്കരിച്ചു പോന്നു. പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനെ ഇമാമായി നിശ്ചയിച്ചു, ഒരു ജമാഅത്തായി പുനഃക്രമീകരിച്ചു. അപ്പോൾ തറാവീഹ് നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് നിസ്കരിച്ചു പോന്നിരുന്നത്? അത് ഫർളാക്കുമോ എന്ന് ഭയപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 4ാം ദിവസം മസ്ജിദിൽ വന്നില്ല. അത്രയും ആവേശമായിരുന്നു സഹാബികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ തറാവീഹ് നിസ്കാരത്തിൽ പങ്കെടുക്കാൻ. അപ്പോൾ അത് ഫർളാക്കുമോ എന്ന് ഭയപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 4ാം ദിവസം വന്നില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് പരസ്യമായി തറാവീഹ് നിസ്കരിച്ചില്ല. 2ാം ഖലീഫ ആരെന്നൊക്കെ ചോദ്യം വരാം. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലം വരെ ജനങ്ങൾ ഒറ്റക്കായും ചെറു ജമാഅത്തുകളായിട്ടൊക്കെ തറാവീഹ് നിസ്കരിച്ചു പോന്നു. പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനെ ഇമാമായി നിശ്ചയിച്ച് ഒരു ജമാഅത്തായി പുനഃക്രമീകരിച്ചു. അങ്ങനെയാണ് തറാവീഹ് ജമാഅത്തായിട്ട് പുനഃക്രമീകരിച്ച് ആയത്. അപ്പോൾ നമുക്ക് വാക്യം മനസ്സിലാക്കാം. തറാവീഹ് 20 റക്അത്താണ്. സ്വഹാബികളെല്ലാം നിസ്കരിച്ചിരുന്നത് 20 റക്അത്തായിരുന്നു. തറാവീഹ് 20 റക്അത്താണെന്ന് സ്വഹാബികളുടെ ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. സഹാബികളെല്ലാം നിസ്കരിച്ചത് 20 റക്അത്താണ്. അവരുടെ ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് 20 റക്അത്താണെന്നുള്ളത്. വളരെ പുണ്യമുള്ള നിസ്കാരമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. വിശ്വാസത്തോടെയും പൊരുത്തം പ്രതീക്ഷിച്ചും റമളാൻ രാത്രിയിൽ ആരെങ്കിലും നിസ്കരിച്ചാൽ അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം പൊറുക്കും. അപ്പോൾ അത് മനസ്സിലാക്കുക. തറാവീനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എന്ത്? അറബിയും അർത്ഥവും മനസ്സിലാക്കി പഠിക്കുക. വിട്ടഭാഗം പൂരിപ്പിക്കാനൊക്കെ വരാം. സെമിനാറിൽ ത്വൽഹ പ്രബന്ധം അവതരിപ്പിച്ചു. ഇനി ചോദ്യോത്തര വേളയാണ്. ഉസ്താദ് ഓർമ്മിപ്പിച്ചു, തറാവീഹും വിത്റും റമളാനിൽ മാത്രമുള്ള നിസ്കാരമല്ലേ? സലാഹുദ്ദീൻ ചോദിച്ചു. ത്വൽഹ, തറാവീഹ് റമളാനിൽ മാത്രമുള്ള നിസ്കാരമാണ്. റമളാനിൽ മാത്രമുള്ള നിസ്കാരമാണ് ഏത്? തറാവീഹ്. മനസ്സിലാക്കുക. വിത്ർ എല്ലാ ദിവസവും സുന്നത്താണ്. എല്ലാ ദിവസവും സുന്നത്തുള്ള നിസ്കാരമാണ് വിത്ർ. എന്നാൽ റമളാനിൽ മാത്രമേ വിത്ർ ജമാഅത്ത് സുന്നത്തുള്ളൂ. നമ്മൾ മുമ്പ് പാഠത്ത് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? റമളാനിൽ മാത്രമേ വിത്ർ ജമാഅത്ത് സുന്നത്തുള്ളൂ. അത് ചുരുങ്ങിയത് 1 റക്അത്തും കൂടിയത് 11 റക്അത്തുമാണ്. വിത്ർ ചുരുങ്ങിയത് 1 റക്അത്തും കൂടിയത് 11 റക്അത്തുമാണ്. ഏറ്റവും കുറഞ്ഞ പൂർണ്ണ രൂപം 3 റക്അത്താണ്. വിത്റിൻ്റെ ഏറ്റവും കുറഞ്ഞ പൂർണ്ണ രൂപം എത്ര? ചോദ്യം വരാറുണ്ട്. 3 റക്അത്താണ്. കുറഞ്ഞ പൂർണ്ണ രൂപം 3 റക്അത്താണ്. ചുരുങ്ങിയത് 1 റക്അത്തും കൂടിയത് 11ഉം. കുറഞ്ഞ പൂർണ്ണ രൂപം 3 റക്അത്ത്. മനസ്സിലാക്കണം. തറാവീഹും വിത്റും ഇശാഇന് മുമ്പ് നിസ്കരിക്കാൻ പറ്റുമോ? ആത്തിഫിൻ്റേതായിരുന്നു ചോദ്യം. തറാവീഹും വിത്റും ഇശാഇന് മുമ്പ് നിസ്കരിക്കാൻ പറ്റുമോ എന്ന്. ത്വൽഹ, ഇല്ല. ഇശാ നിസ്കരിച്ചതിന് ശേഷം സുബ്ഹി വരെയാണ് അത് രണ്ടിൻ്റെയും സമയം. ഇശാ നിസ്കാരത്തിന് ശേഷം
ആണ് തറാവീഹിൻ്റെയും വിത്തറിൻ്റെയും സമയം സുബ്ഹി വരെ നിസ്കരിക്കാവുന്നതാണ്. മനസ്സിലാക്കാം. തറാവീഹിൽ പ്രത്യേക സൂറത്തുകൾ സുന്നത്തുണ്ടോ? സുബൈദ ചോദിച്ചു. തറാവീഹിലെ പ്രത്യേക സൂറത്തുകൾ സുന്നത്തുണ്ടോ? തറാവീഹിൽ പ്രത്യേക സൂറത്തുകൾ സുന്നത്തില്ല. എങ്കിലും തറാവീഹ് നിസ്കാരങ്ങളിലായി ഖുർആൻ പൂർണ്ണമായി ഓതി തീർക്കൽ സുന്നത്തുണ്ട്. ഖുർആൻ പൂർണ്ണമായി ഓതി തീർക്കൽ സുന്നത്തുണ്ട്. എപ്പോഴേ? തറാവീഹ് നിസ്കാരങ്ങളിൽ. മനസ്സിലാക്കുക. വിത്തറിൽ ഒന്നാം റക്അത്തിൽ സൂറത്തുൽ അഅ്ലായും രണ്ടാം റക്അത്തിൽ സൂറത്തുൽ കാഫിറൂനയും മൂന്നാം റക്അത്തിൽ ഇഖ്ലാസും മുഅവ്വിദതൈനിയും ഓതലും നിസ്കാരശേഷം 3 പ്രാവശ്യം സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് എന്ന് പറയലും സുന്നത്താണ്. വിത്തർ നിസ്കാരത്തിൽ സുന്നത്താണ് എന്തെല്ലാം? ചോദ്യം വന്നാലോ? സൂറത്തുൽ അഅ്ല. ഒന്നാം റക്അത്തിൽ സൂറത്തുൽ അഅ്ലായും അടയാളപ്പെടുത്തട്ടാ. ഒന്നാം റക്അത്തിൽ സൂറത്തുൽ അഅ്ലായും രണ്ടാം റക്അത്തിൽ സൂറത്തുൽ കാഫിറൂനയും മൂന്നാം റക്അത്തിൽ ഇഖ്ലാസും മുഅവ്വിദതൈനിയും ഓതലും നിസ്കാരശേഷം 3 പ്രാവശ്യം സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് എന്ന് പറയലും സുന്നത്തുണ്ട്. വിത്ർ നിസ്കാരത്തിന് ശേഷം 3 പ്രാവശ്യം പറയണം. എന്ത്? ചോദ്യം വരും. എന്താണ്? സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്. സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് എന്ന് 3 പ്രാവശ്യം പറയണം. എപ്പോൾ? എപ്പോഴാണ്? വിത്ർ നിസ്കാരത്തിന് ശേഷം. അപ്പോൾ ഒക്കെ ഏത് രീതിയിലും ചോദ്യം വരാൻ മനസ്സിലാക്കി പഠിക്കുക. ചോദ്യോത്തരങ്ങൾക്ക് ശേഷം ഉസ്താദ് സെമിനാർ അവലോകനം നടത്തി സംസാരിച്ചു. സ്വലാത്തു തറാവീഹ് 20 റക്അത്തൻ. തറാവീഹ് നിസ്കാരം 20 റക്അത്താണ്. പാഠം നന്നായി മനസ്സിലാക്കുക. താഴെയുള്ള മീനിങ്സ് ഒക്കെ വായിച്ച് മനസ്സിലാക്കുക. നമുക്ക് ദഫ്തർ താലിബ് നോക്കാം. നമുക്ക് തദ്രിബാത്തിൽ ആദ്യം 5 ചോദ്യങ്ങൾ അതിന് ഉത്തരം കണ്ടെത്തി പാഠഭാഗത്തു നിന്ന് അടയാളപ്പെടുത്തിയിട്ട് ഇതിലേക്ക് എടുത്ത് എഴുതണം. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിൽ 5 ചോദ്യങ്ങളും ഉത്തരങ്ങളും കണ്ടെത്തി അടയാളപ്പെടുത്താം. ഒന്നാമത്തെ ചോദ്യമായിട്ട് നമുക്ക് എന്ത് എഴുതാം? തറാവീഹ് നിസ്കാരത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞു? എന്താ പറഞ്ഞത്? നമുക്ക് അറബി എഴുതണമെന്നില്ല, അർത്ഥം എഴുതിച്ചാൽ മതി. വിശ്വാസത്തോടെയും പൊരുത്തം പ്രതീക്ഷിച്ചും റമളാൻ രാത്രിയിൽ ആരെങ്കിലും നിസ്കരിച്ചാൽ അവൻ്റെ മുൻ കഴിഞ്ഞ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും. ഒന്നാമത്തെ ചോദ്യവും ഉത്തരവും അത് എഴുതുക, മനസ്സിലാക്കുക. അടുത്ത രണ്ടാമത്തെ ചോദ്യമായിട്ട് എന്ത് എഴുതാം? റമളാനിൽ മാത്രമുള്ള നിസ്കാരമാണ് ഏത്? റമളാനിൽ മാത്രമുള്ള നിസ്കാരമാണ് ഏത്? തറാവീഹ്. രണ്ടാമത്തെ ചോദ്യവും അതിൻ്റെ ഉത്തരവുമായിട്ട് എഴുതാം. അടുത്ത മൂന്നാമത്തെ, റമളാനിൽ മാത്രം ജമാഅത്തുള്ള സുന്നത്ത് നിസ്കാരം ഏത്? മൂന്നാമത്തെ, റമളാനിൽ മാത്രം ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരം ഏത്? റമളാനിൽ മാത്രം ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരം ഏത്? ഏതാണ്? വിത്തർ. വിത്തർ. അപ്പോൾ മൂന്നാമത്തെ ചോദ്യവും ആൻസറും മനസ്സിലാക്കാം. വിത്തറിൻ്റെ കുറഞ്ഞ പൂർണ്ണ രൂപം എത്ര? നാലാമത്തെ ചോദ്യവും ഉത്തരവും മനസ്സിലാക്കുക. വിത്തറിൻ്റെ കുറഞ്ഞ പൂർണ്ണ രൂപം എത്ര? 3 റക്അത്താണ്. മനസ്സിലാക്കുക. നാലാമത്തെ ചോദ്യവും ഉത്തരവും. വിത്തറിൻ്റെ കുറഞ്ഞ പൂർണ്ണ രൂപം എത്ര? 3 റക്അത്ത്. മനസ്സിലാക്കുക. അടുത്ത അഞ്ചാമത്തത്, വിത്തറിൻ്റെയും തറാവീഹിൻ്റെയും സമയം എപ്പോൾ? തറാവീഹിൻ്റെയും വിത്തറിൻ്റെയും സമയം എപ്പോൾ? ഇശാ നിസ്കാരത്തിനു ശേഷം സുബ്ഹ് വരെയാണ് അത് രണ്ടിൻ്റെയും സമയം. ഇശാ നിസ്കാരത്തിന് ശേഷം സുബ്ഹ് വരെയാണ് വിത്തറിൻ്റെയും തറാവീഹിൻ്റെയും സമയം. അപ്പോൾ അത്രയും 5 ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് ഇതിൽ നിന്ന് അടയാളപ്പെടുത്തി എഴുതാം. പിന്നെ നമ്മൾ പാഠഭാഗം എടുക്കുമ്പോൾ ഇവിടെയൊക്കെ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. വിത്തറിൽ 3 തവണ ചൊല്ലൽ സുന്നത്തുണ്ട്. വിത്തറിൻ്റെ അവസാനം 3 തവണ ചൊല്ലൽ സുന്നത്തുള്ള ദിക്ർ ഏത്? ഒക്കെ നമുക്ക് എഴുതാം. അപ്പോൾ മനസ്സിലാക്കി പഠിക്കുക. വീഡിയോ നന്നായിട്ട് കേട്ട് മനസ്സിലാക്കുക. അതിൽ വരുന്ന ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കുക. നമുക്ക് അടുത്ത വർക്ക് എന്താണെന്ന് നോക്കാം. നുക്മിലാണ്. വിട്ട ഭാഗം പൂരിപ്പിക്കണം. തറാവീഹ് ഡാഷ് റക്അത്താണ്. എത്രയാണ്? 20 റക്അത്താണ്. അപ്പോൾ 20 എന്ന് ഇവിടുന്ന് തെറ്റില്ലാതെ നോക്കി എഴുതാം. അടുത്ത, തറാവീഹ് 20 റക്അത്താണെന്ന് ഡാഷ് ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. എന്താണ്? സഹാബികളുടെ ഫസ്റ്റത്തെ ഇതാ. പിന്നെ സഹാബികളുടെ ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. അടയാളപ്പെടുത്തി വെക്കുക. അടുത്തത്, മൻ കാമ റമളാന ഡാഷ്
ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദബ്ബിഹി. ഞാൻ പറഞ്ഞിരുന്നു പാടെടുക്കുമ്പോൾ അതെന്തായാലും പഠിക്കുക. അതുപോലെ വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരും. മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദബ്ബിഹി. ഇതുപോലെ വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരാം. അടുത്തത് റമളാനിൽ മാത്രമേ വിത്തിറിൽ ജമാഅത്ത് സുന്നത്തുള്ളൂ. റമളാനിൽ മാത്രമേ വിത്തിറിൽ ജമാഅത്ത് സുന്നത്തുള്ളൂ. അപ്പോൾ വിത്തിറിൽ നിന്ന് ഇവിടുന്ന് നോക്കിയതാ. അടുത്തത് വിത്തിറിൽ ഏറ്റവും കുറഞ്ഞ പൂർണ്ണ രൂപം 3 റക്അത്താണ്. 3 റക്അത്താണ്. അപ്പോൾ അതൊക്കെ നമ്മൾ നേരത്തെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. വിത്തിറിൽ ജമാഅത്ത് സുന്നത്തുള്ളൂ, 3 റക്അത്താണ്. അപ്പോൾ അതൊക്കെ എല്ലാവരും മനസ്സിലാക്കി എഴുതുക. അടുത്ത ഇനി നെക്തുബ് പകർത്തി എഴുതാനാണ്. മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. അത് ഇവിടേക്ക് പകർത്തുക. അതുപോലെ സ്വലാത്തുൽ തറാവീഹ്, സ്വലാത്തുൽ വിത്ർ, സ്വലാത്തുൽ ഇശാഇ, സൂറത്തുൽ അഅല, സൂറത്തുൽ കാഫിറൂന, സൂറത്തുൽ ഇഖ്ലാസ്. അപ്പോൾ അതൊക്കെ അതുപോലെ പകർത്തി എഴുതുക. പിന്നെ ബാക്കി ഇവിടെയും വരുന്നതിന് മുഅവ്വിദത്താനി, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് പകർത്തുക. പിന്നെ ഇവിടെ നൊയ്ദ് ഫിക്ർ കണ്ണിക എഴുതാനാണ്. തറാവീഹ് എന്ന വിഷയത്തിൽ ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ്. അപ്പോൾ തറാവീഹിനെ കുറിച്ചിട്ട് നിർബന്ധമായിട്ടും പഠിക്കുക. നമുക്ക് എക്സാമിന് 5 വരിയിൽ കുറയാതെ എഴുതുന്ന ഒരു ചോദ്യമായിട്ട് വരാവുന്നതാണ് തറാവീഹ് വിത്തർ എന്നതിനെ കുറിച്ചിട്ട്. അപ്പോൾ മനസ്സിലാക്കി പഠിക്കുക. തറാവീഹ് 20 റക്അത്താണ്. സഹാബികളെല്ലാം നിസ്കരിച്ചത് 20 റക്അത്താണ്. സഹാബികളുടെ ഇജ്മാഅ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. വളരെ പുണ്യമുള്ള നിസ്കാരമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിശ്വാസത്തോടെയും പൊരുത്തം പ്രതീക്ഷിച്ചും റമളാൻ രാത്രിയിൽ ആരെങ്കിലും നിസ്കരിച്ചാൽ അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും. തറാവീഹ് റമളാനിൽ മാത്രമുള്ള നിസ്കാരമാണ്. ഇശാ നിസ്കരിച്ചതിന് ശേഷം സുബ്ഹി വരെയാണ് അതിൻ്റെ സമയം. തറാവീഹിൽ പ്രത്യേകം സൂറത്തുകൾ ഓതൽ സുന്നത്തില്ല. ഖുർആൻ പൂർണ്ണമായി ഓതി തീർക്കൽ സുന്നത്തുണ്ട്. അതൊക്കെ ചേർത്ത് തറാവീഹിനെ കുറിച്ചിട്ട് നമുക്കവിടെ എഴുതാം. അതുപോലെ വിത്തറിനെ കുറിച്ചിട്ടും മനസ്സിലാക്കി പഠിക്കുക. എന്താണ്? റമളാനിൽ മാത്രം ജമാഅത്തുള്ള സുന്നത്ത് നിസ്കാരമാണ് വിത്തർ. അത് ചുരുങ്ങിയത് 1 റക്അത്തും കൂടിയത് 11 റക്അത്തുമാണ്. ഏറ്റവും കുറഞ്ഞ പൂർണ്ണ രൂപം 3 റക്അത്താണ്. ഇശാ നിസ്കാരത്തിന് ശേഷം സുബ്ഹ് വരെയാണ് വിത്തറിൻ്റെയും സമയം. വിത്തറിൽ 1-ാം റക്അത്തിൽ സൂറത്തുൽ അഅലയും 2-ാം റക്അത്തിൽ സൂറത്തുൽ കാഫിറൂനയും 3-ാം റക്അത്തിൽ ഇഖ്ലാസും മുഅവ്വിദത്തൈനിയും ഓതൽ സുന്നത്താണ്. നിസ്കാര ശേഷം 3 പ്രാവശ്യം സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് എന്ന് പറയലും സുന്നത്തുണ്ട്. അപ്പോൾ അതൊക്കെ ചേർത്ത് വിത്തറിനെയും കുറിച്ച് മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ തറാവീഹ് വിത്തർ ഈ 2 നിസ്കാരത്തെ കുറിച്ചിട്ടും 5 വരിയിൽ കുറയാതെ എഴുതാൻ കഴിയുന്ന രീതിയിൽ ഈ പാഠത്തുനിന്ന് മനസ്സിലാക്കി പഠിക്കണം. അപ്പോൾ ഇത്രയാണ് ഈ 15ാമത്തെ പാഠത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിക്കാനുള്ളത്. ഈ 15ാമത്തെ പാഠത്തോടെ നമുക്ക് മസായിലുൽ ഫിഖ്ഹിലെ പാഠഭാഗങ്ങൾ അവസാനിക്കുകയാണ്. എല്ലാവരും പാഠഭാഗങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വസല്ലല്ലാഹു വസല്ലം അലാ ഖൈരിൽ കീ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.